Dear students, you have first time exam on Monday. Chapter sentence and clause is there for your exam. So let us start our revision. Okay, what is sentence? A sentence is a group of words that express a complete thought containing a subject and predicate, conveying a statement, question, exclamation or command, consisting of a main clause and sometimes one or more subordinate clauses. So what is sentence? Sentence means a group of words that express a complete thought. Okay, it containing subject and predicate. Okay, that is the simple definition for sentence. Sentence is a group of words that express a complete thought. Okay, next one, clause. What is clause? A clause is a group of words having a subject and a verb its own, forming a part of sentence or constituting a full simple sentence. So what is clause? Clause is a group of words having a subject and a verb of its own. It has subject and verb of its own. ഓക്കെ, അതിൻ്റെതായ സബ്ജക്റ്റും വേർബും ഉണ്ടായിരിക്കും. ഒരു കംപ്ലീറ്റ് തോട്ട് ഇതിലൂടെയും ക്ലോസിലൂടെയും നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ? ഇപ്പോൾ വെൻ വി കൺസിഡർ ഇൻ ദ കേസ് ഓഫ് ഫ്രേസ്, is it can express a complete thought? No. ഒരു സെൻറ്റൻസിൻ്റെ ഒരു പോർഷൻ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. സബ്ജക്റ്റോ വേർബോ എന്തിലുണ്ടാവില്ല? ഫ്രേസിൽ ഉണ്ടാവില്ല. അണ്ടർ ദ ടേബിൾ, ഓൺ ദ ട്രീ. ഓക്കെ, ദാറ്റ്സ് ദ എക്സാമ്പിൾ ഓഫ് ഫ്രേസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ബട്ട് ദാറ്റ് ഹാസ് സബ്ജക്റ്റ് ആൻഡ് വേർബ്. നെക്സ്റ്റ് വൺ, types of clause. First one, principal or main clause. This is the most important clause in a sentence. It is also called the independent clause. It does not depend on any clause for its meaning. Principal or main clause എന്നുള്ളത് എന്താണ്? ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഇൻ എ സെൻറ്റൻസ്. ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഇൻ എ സെൻറ്റൻസ്. അതുപോലെ അത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിരിക്കും. എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് സെർട്ടൻ ദാറ്റ് ഹി വിൽ ഹെൽപ്പ് യു. I love the country where I was born. I love the country. That is principal clause. അവിടെ എന്താണ്? ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. പിന്നെയാണ് നെക്സ്റ്റ് സെൻറ്റൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, I love the country. Yes, we know. I love the country. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. അപ്പോൾ അതെന്താണ്? ആ സെൻറ്റൻസ്, ആ പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്ത്? അതൊരു കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മീനിങ് നമുക്ക് കൺവേ ചെയ്ത് തരുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ക്ലോസ്. നെക്സ്റ്റ് വൺ, കോർഡിനേറ്റ് ക്ലോസ്. എ ക്ലോസ് വിച്ച് ഈസ് യൂഷ്വലി ഇൻഡിപെൻഡൻറ്റ് ലൈക്ക് എ പ്രിൻസിപ്പൽ ക്ലോസ് ഈസ് കോൾഡ് എ കോർഡിനേറ്റ് ക്ലോസ്. ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ കോർഡിനേറ്റ് conjunctions like and, but, so, not only, either or otherwise. Next one, coordinate clause. The coordinate clause is also like a principal clause. അത് പറയാൻ കാരണം എന്താണ്? അതും ഇൻഡിപെൻഡൻ്റ് ആണ്. കോർഡിനേറ്റ് ക്ലോസ് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ കോർഡിനേറ്റ് ക്ലോസിൽ രണ്ട് സെൻറ്റൻസുകൾ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് കോർഡിനേറ്റ് കൺജങ്ഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കണം, ഏതൊക്കെയാണ് കോർഡിനേറ്റ് കൺജങ്ഷൻസ് എന്നുള്ളത്. എന്നാലാണ് നിങ്ങൾക്ക് സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, and, but, so, not only, either or otherwise etc. are the example of coordinate conjunctions. I like coffee and I like tea. അപ്പോൾ നമ്മൾ എന്താണ്? രണ്ട് സെൻറ്റൻസ് ഉണ്ട് അതിൽ. അതിനെ ആൻഡ് എന്നുള്ള കോർഡിനേറ്റ് കൺജങ്ഷൻസ് വെച്ചിട്ട് ആ രണ്ട് സെൻറ്റൻസിനെ നമ്മൾ കണക്ട് ചെയ്തു. അതാണ് കോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സാമ്പിൾ ഈസ് ഗിവൺ. ഹി ഫെൽ ടയേർഡ് സോ he lay down to rest. സോ എന്നുള്ളത് എന്താണ്? കോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഈ രണ്ട് സെൻറ്റൻസിൽ നമ്മൾ സോ എന്നുള്ള കോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്തു. അതുകൊണ്ടാണ് അതിനെ കോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ പ്രിൻസിപ്പൽ ക്ലോസ്. അതായത്
പ്രിൻസിപ്പൽ ക്ലോസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഒരു സബോർഡിനേറ്റ് ക്ലോസിൻ്റെ കാര്യത്തിൽ ഒരു പ്രിൻസിപ്പൽ ക്ലോസ് ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ തന്നെ അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിനെയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ നോ ദാറ്റ് യു ആർ എ ഡിസിപ്പിൾ ബോയ്. ദാറ്റ് യു ആർ എ ഡിസിപ്ലിൻ ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ആ മീനിങ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. ഐ നോ, എനിക്കറിയാം. ദാറ്റ് യു ആർ എ ഡിസിപ്ലിൻഡ് ബോയ്, നീ ഒരു ഡിസിപ്ലിൻ ബോയ് ആണെന്നുള്ള കാര്യം എന്താണ്? എനിക്കറിയാം. ദിസ് ഈസ് ദ പെൻ വിച്ച് ഹി ഗേവ് മീ. ദിസ് ഈസ് ദ പെൻ, ഇത് പെന്നാണ്. ഈ പെൻ വിച്ച് ഹി ഗേവ് മീ, ഇത് അവനാണ് തന്നത് എന്ന് പറയില്ലേ, എനിക്ക് തന്നത്. വിച്ച് ഹി ഗേവ് മീ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കംപ്ലീറ്റ് ആണോ? അല്ല, അതിനെയാണ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്തിനെ? പ്രിൻസിപ്പൽ ക്ലോസിനെ. അതാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ, എക്സാമ്പിൾസും എക്സസൈസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ അതിനുള്ള എക്സാമ്പിൾസ് അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളെങ്കിലും 2 എക്സാമ്പിൾസ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. പ്രിൻസിപ്പൽ ക്ലോസിനൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ 2 എക്സാമ്പിൾ ആയിരിക്കണം, അതായിരിക്കും ബെറ്റർ. 2 എക്സാമ്പിൾ വെച്ചിട്ട് ഓരോ ക്ലോസിനും പഠിച്ചു വയ്ക്കാം. ഓക്കെ, സബോർഡിനേറ്റ് ക്ലോസിനൊരു 2 എക്സാമ്പിൾ പഠിക്കുക, പ്രിൻസിപ്പൽ ക്ലോസിനൊരു 2 എക്സാമ്പിൾസ് പഠിക്കുക, അതുപോലെ കോർഡിനേറ്റ് ക്ലോസിനും ഒരു 2 എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കാം. ഓക്കെ, സിമ്പിളാണ്. നമ്മൾ സെൻറ്റൻസ് ആയിട്ട് എഴുതുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ സെൻറ്റൻസ്, സെൻറ്റൻസിൻ്റെ ഫീച്ചേഴ്സാണ്. അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് പഠിക്കുക. എ സെൻറ്റൻസ് ഈസ് എ ബേസിക് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ്. സെൻറ്റൻസ് എന്താണ്? ഒരു ബേസിക് യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഹാസ് സബ്ജക്റ്റ് ആൻഡ് എ പ്രെഡിക്കേറ്റ്. ഇറ്റ് ബിഗിൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ഇറ്റ് എൻഡ്സ് വിത്ത് എ ഫുൾ സ്റ്റോപ്പ്, എ ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക്. നെക്സ്റ്റ് വൺ, ദർ ആർ 3 kinds ഓഫ് സെൻറ്റൻസസ്. ഏതൊക്കെയാണ് 3 kinds ഓഫ് സെൻറ്റൻസ്? സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. ക്ലോസസ് 3 ഉണ്ട്. പ്രിൻസിപ്പൽ ക്ലോസ് ഓർ മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് ആൻഡ് കോർഡിനേറ്റ് ക്ലോസ്. അപ്പോൾ സെൻറ്റൻസ് ഏതൊക്കെയാണ് 3 kinds ഉള്ളത്? സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് ആൻഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. വാട്ട് ഈസ് സിമ്പിൾ സെൻറ്റൻസ്? സിമ്പിൾ സെൻറ്റൻസ് കണ്ടെയ്ൻ 1 finite verb. ദാറ്റ് ഈസ് എ സിമ്പിൾ സെൻറ്റൻസ് ഹാസ് 1 മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസെയാണ് സിമ്പിൾ സെൻറ്റൻസിന് ഉണ്ടാവുള്ളൂ. ദ ബോയ് സോ ദ വൂഫ്, അവിടെ എന്താണ്? ഒരു മെയിൻ ക്ലോസേ ഉള്ളൂ. കോമ്പൗണ്ട് സെൻറ്റൻസ് ഹാസ് 2 or more കോർഡിനേറ്റ് ക്ലോസ്. കോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണക്ട് ചെയ്യാം. ഇറ്റ് മേ ഓൾസോ ഹാവ് 1 or more സബോർഡിനേറ്റ് ക്ലോസ്. ഇറ്റ് ഈസ് ആക്ച്വലി 2 simple sentences are joined together by coordinating conjunctions. അതായത് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ 2 സിമ്പിൾ സെൻറ്റൻസ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ച് കണക്ട് ചെയ്യാം. അതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ചിട്ട് 2 സിമ്പിൾ സെൻറ്റൻസിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ദ ബോയ് സോ ദ വൂഫ് ആൻഡ് റാൻ അവേ. ഇവിടെ ആൻഡ് എന്നുള്ളത് എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. ഈ 2 സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ ആൻഡ് എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്തു. അതിനെയാണ് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, എ കോംപ്ലക്സ് സെൻറ്റൻസ് ഹാസ് 1 മെയിൻ ക്ലോസ് ആൻഡ് 1 or more സബോർഡിനേറ്റ് ക്ലോസ്. ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, അതുപോലെ ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടായിരിക്കും. അതാണ് എന്ത്? കോംപ്ലക്സ് സെൻറ്റൻസ്. ദേ ആർ ജോയിൻഡ് ബൈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കോമ്പൗണ്ട് സെൻറ്റൻസുകൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ച് കണക്ട് ചെയ്യുന്നു. കോംപ്ലക്സ് സെൻറ്റൻസുകൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അപ്പോൾ ഏതൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, ഏതൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പഠിക്കണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഏതൊക്കെയാണ്, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം. ഓക്കെ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണ്? ബിക്കോസ്, ദാറ്റ്, വെദർ, സോ ദാറ്റ്, ഇഫ്, ഓർ. The words like when, why, how, etc. are the examples of subordinating conjunctions. When the boy saw the wolf, he ran away. When എന്നുള്ളത് എന്താണ്? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അപ്പോൾ ഇത് എന്തിന് എക്സാമ്പിളാണ്? കോംപ്ലക്സ്
സെൻറ്റൻസിന് എക്സാമ്പിളാണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളൂ. പിന്നെയൊക്കെ എക്സസൈസുകളാണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഓരോന്നിനും എക്സാമ്പിൾസ് പഠിച്ചു വയ്ക്കണം. 2 എക്സാമ്പിൾ വീതെങ്കിലും പഠിച്ചു വയ്ക്കുക. അതുപോലെ നന്നായിട്ട് എക്സസൈസ് നോക്കുക, അതുപോലെ വായിച്ചു പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ച് ചോദിക്കാം. ഓക്കെ.